മോർണിംഗ് 6:30 കൂടെ ഫുൾ ചാർജ് ചെയ്ത് നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ടിയാഗോ EVക്ക് ആക്ച്വലി എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. നമ്മളിതുമായിട്ട് ഏകദേശം ഒരു 1000 കിലോമീറ്റേഴ്സ് യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രയിൽ എന്നോടൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഷൈജു ഉണ്ട്. ഞങ്ങളുടെ ഈ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ്. ഞാനും ഷൈജുവും ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇലക്ട്രിക്കൽ വണ്ടിയിൽ നമ്മൾ ഇത്രയും ലോങ് പോണത് ആദ്യമായിട്ടാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ അത്ര ടെൻഷൻ ഇല്ല. നമ്മള് ആദ്യമൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ചാർജിങ് സ്റ്റേഷനുകളൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക്കൽ വണ്ടി കൊണ്ടിട്ട് നമ്മള് എവിടേക്ക് പോകാണെങ്കിലും ടെൻഷൻ ഇല്ല. ചോദിച്ചു എന്ന് വെച്ചാൽ നമ്മള് വണ്ടി റോഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്രയധികം ഇലക്ട്രിക്കൽ വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷനുകളും കൂടിയിട്ടുണ്ടാവും. പഴനിയിലേക്ക് കിടക്കുമ്പോ എന്തായാലും ഉണ്ടാവും. അത്രയധികം ആൾക്കാർ വന്നു പോണതല്ല. പിന്നെ ഈ 35 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ചാർജിങ് സ്റ്റേഷനില് അത് വർക്ക് ചെയ്യണില്ലെങ്കിലാണ് പ്രശ്നം. അത് പറയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഇപ്പൊ നമ്മള് വേളാങ്കണ്ണിക്കുള്ള യാത്രയാണല്ലോ, മാതാവിനോട് പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. ഷൈജോ 23% ബാക്കിയുള്ളോട്ടെ നമ്മുടെ ചാർജ്. അതല്ല, വേളാങ്കണ്ണി റൂട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ റൈറ്റ് തിരിഞ്ഞ് പോയിട്ട് ചാർജിങ് സ്റ്റേഷൻ ഉള്ളോ? നീ എന്തോരം തുന്തണെന്ന് പറഞ്ഞാൽ മതി ചങ്ങാതി. ആ അവസ്ഥയിലാണ്. ചാർജിങ് സ്റ്റേഷൻ ആശ്വാസം, സമാധാനം, എന്തെന്നില്ലാത്തൊരു സമാധാനം. അതെ, നമ്മളങ്ങനെ 14% ബാക്കിന്റെ 176 കിലോമീറ്റർ ഓടി. തമിഴ്നാട്ടിൽ കൂടുതലായിട്ടുള്ളത് സിയോണിന്റെ ചാർജിങ് സ്റ്റേഷൻസ് ആണ്. ഇവിടുത്തെ നമ്മുടെ ചാർജിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് ഏകദേശം ഒരു കിലോവാട്ടിന് 29 രൂപ വരുന്നുണ്ട്. നമ്മൾ ചാർജ് ചെയ്യാൻ നിർത്തിയിരിക്കുന്നത് ഗണപത് ഗ്രാൻഡ് ഹോട്ടലിലാണ്. അപ്പൊ നമ്മളത് ഏകദേശം 267 കിലോമീറ്റർ കഴിഞ്ഞു. ഇനി 218 കിലോമീറ്റർ ഓടി നമുക്ക് പോകണം. 3 മണിക്കൂർ എടുക്കും. അതെ, അങ്ങനെ നീണ്ടു ദൂർന്ന റോഡിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ റോഡിൽ കയറിയ ശേഷം എന്തെങ്കിലും സാറിന്റെ കണ്ണിൽ പെട്ടാ അതായത് കുറെ പഞ്ചറുകൾ കണ്ടു. അതിപ്പോ കുറച്ചുകൂടി നീങ്ങിയപ്പോ ഭയങ്കരമായി പഞ്ചറിന്റെ കളി ഇവിടെ. പഞ്ചറിന്റെ കളിയാ. ഈ ഒരു അവസരത്തിന്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ തോന്നിയാലും നമ്മൾ ഇത് എടുക്കണേ. ടിയാഗോയില് സ്റ്റെപ്പിന് ഡയറില്ലേ, അപ്പൊ സ്റ്റെപ്പിന് ടിയാഗോ കമ്പനിക്കാര് വെക്കാതെ എന്താണെന്ന് അറിയില്ല. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റിൽ ഞങ്ങൾ അറിയിക്കും. ഇതൊക്കെ ഒരു രസല്ലേ, ഈ യാത്ര എന്ന് പറയുന്നതല്ലേ. കാര്യമായിട്ട് പറയണതാ. ഞാൻ ഈ റോഡിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ ഇത്രയും വിജനമായിട്ടുള്ള റോഡിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു പഞ്ചർ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അല്ലേ കുറച്ച് റിസ്കാ. നമ്മളിങ്ങനെ പോണ പോലെ കുഴപ്പമില്ല. നമ്മളിപ്പോ എവിടെയെങ്കിലും അല്ലേ സെറ്റാ സെറ്റല്ലപ്പോ ആളെ കിട്ടണം, തപ്പി കണ്ടുപിടിക്കണം. അതൊക്കെയാണ് ഈ യാത്ര എടുത്തില്ലേ. ആദ്യം പറഞ്ഞോളൂ, അതില്ല ഇതില്ല എന്നുള്ള കാര്യം ആദ്യം പറഞ്ഞ ചേട്ടാ.